ഇന്നിവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ പിന്നെ ഞാൻ ഹൈമാവതി കൃഷി ബ്ലോഗ് ചാനൽ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എല്ലാവരും പറയുന്നുണ്ട് സൗണ്ട് കേൾക്കുന്നില്ല എന്നാണ്. ഞാൻ കുറ്റം പറയുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പിന്നെ അത്രയും ഒച്ചത്തിൽ പറയുന്നത് 4 കുറവ് ആൾക്കാർ കുറേ കൂടുതലുണ്ട്. പിന്നെ അതിൽ കൂടുതൽ പറയുമ്പോൾ അപ്പുറത്തുനിന്നുള്ള ഇതുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഒരു മൈക്ക് വാങ്ങി വെച്ചിട്ടുണ്ട്. അത് ഫോണിൽ ഘടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പം ഇന്നും കൂടി 2 ദിവസം കൂടി നിങ്ങൾ ക്ഷമിക്കുക. ആരെങ്കിലും ശരിയാക്കി തന്നിട്ടാകുമ്പോൾ നല്ല സൗണ്ടോടുകൂടി തന്നെ ഞാൻ പറയാൻ പറ്റും. എന്നെക്കൊണ്ട് ആവും പോലെ ഞാൻ സൗണ്ടിൽ പറയുന്നുണ്ട്. പിന്നെ കൂടുതൽ ഒച്ചത്തിൽ അങ്ങനെ പറയാൻ കഴിയാച്ചിട്ട് അപ്പുറത്തുള്ള സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ട്. അന്നേരം പിന്നെ അതെല്ലാം കൂടി ആകുമ്പം ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഇതാക്കണം. ഇന്ന് ഞാനിവിടെ പറയുന്നതെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം, പിന്നെ ചപ്പ് വേണ്ട, ഇത് മുരിങ്ങ ചപ്പ് കേട്ടാ, മുരിങ്ങയില. ഇത് ഞങ്ങളെ നാട്ടിൽ ഇതെന്നാ പറയുക വെച്ചാൽ വട്ടപ്പരിയത്തിൻ്റെ ചപ്പ് എന്നാ പറയുക, വട്ടപ്പരി എന്നാ പറയുക. ഇത് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം നിങ്ങളുടെ നാട്ടിലെന്നാ പറയാന്നുള്ളത്. ഇത് മുരിങ്ങയില. ഇത് രണ്ടും കൊണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂട്ടത്തിലിടും. ഈ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കഞ്ഞിവെള്ളം പുളിപ്പിച്ച കഞ്ഞീൻ്റെ വെള്ളം, ഇത് പച്ചവെള്ളം, ഇതെല്ലാം കൂടി ഒന്നിൻ്റെ അകത്തിട്ടിട്ട് നമുക്ക് കലക്കാം. ഈ ബക്കറ്റിട്ടിട്ട് കലക്കിയിട്ട് നല്ലൊരു അടിപൊളി ജൈവവളമാണ് ഇത്. ഈ മഞ്ഞൾപ്പൊടി എന്തിനാണ് കൂട്ടുന്നത് വെച്ചാൽ ഉറുമ്പിന് കല്ലുണ്ടെങ്കിൽ അത് പോവും. പിന്നെ പോരാതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ ഇലകളിൽ എന്തെങ്കിലും വിഷങ്ങളോ എന്തെങ്കിലും പുഴുവോ എന്തെങ്കിലും ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു വിഷപ്പറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് പറ്റാണ്ടിരിക്കാനാണ് ഈ മഞ്ഞൾപ്പൊടി കൂട്ടുന്നത്. മഞ്ഞൾപ്പൊടി കൂട്ടിക്കഴിഞ്ഞാൽ അതിന് വിഷത്തിൻ്റെ ഒന്നും ഉണ്ടാകും. മഞ്ഞൾ വിഷത്തിന് നല്ലതാണ്. അതുകൊണ്ടാണ് ഈ മഞ്ഞൾപ്പൊടി കൂട്ടുന്നത്. ഇത് കഞ്ഞിവെള്ളം ഓരോ ദിവസം ഓരോന്നാണ് ചെയ്യുന്നത്. ഇന്നലെ പുളിപ്പിച്ച് വെച്ച കഞ്ഞീൻ്റെ വെള്ളം കഞ്ഞിവെള്ളം പുളിപ്പിച്ച് വെച്ചതാണ്. ഇതിപ്പം ഇതിനത് കുറച്ച് പച്ചവെള്ളം അത് നേർപ്പിക്കാൻ മാത്രം ഒഴിക്കണം. പാകത്തിന് നേർക്കാൻ മാത്രം ഒഴിക്കണം. വെള്ളം കുറച്ച് കട്ടിയിട്ട് അവിടെ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കണം. കഞ്ഞിവെള്ളത്തിന് കുറച്ച് കട്ടി കൂടുതലാണ്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കാൻ നേരിടണം. ഇതാ കണ്ട. എന്നിട്ട് ഇതിങ്ങനെ ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇത് നല്ല മണമുണ്ട്, നല്ല പ്രാണിക്കും എല്ലാം. ഈ ചപ്പ് നല്ല ഇതാണ് മുരിങ്ങയില. എന്താ ഇത് നല്ല ഇതുണ്ട്, നല്ല തഴച്ച് വളരുകയും കായ് പൂക്കാനും എല്ലാം നല്ലത് തന്നെയാണ്. ഞാൻ ഇത് കുറേ ചോദിച്ചു നോക്കട്ടെ, എന്നാലേ ഒന്ന് നോക്കി നോക്കാം നമുക്ക്. ഇതാ ഇതിനാകുമ്പോൾ നമ്മളെ വീട്ടിൽ നിന്നുള്ള സാധനമാകുമ്പോൾ നമ്മൾ കൂടുതൽ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. നമ്മൾ കുറച്ച് അധ്വാനിക്കണം എന്നല്ലേ ഉള്ളൂ. അത് ചെടികൾക്ക് നല്ലൊരു ആശ്വാസമാണെങ്കിൽ ആയിക്കോട്ടെ. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചെടികൾക്കെല്ലാം നല്ലൊരു ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലതല്ലേ. ഇപ്പോൾ കാണാനില്ല എല്ലാം അതിൻ്റേതായ ഗുണം. ഇത് കാണുന്നില്ലേ? ഇത് തീരെ കാല് വേദന നല്ലോണം ഉണ്ട്. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എല്ലാ കാര്യവും ഇങ്ങനെ തന്നെയാണ്. എനിക്ക് എൻ്റെ അവസ്ഥയിലും ലേശം മോശമാണ്. കടിച്ച് ക്ഷീണം പിടിച്ചിന്. പിന്നെ വയസ്സായ ഒരു അമ്മയുണ്ട്. അമ്മക്കാണെങ്കിൽ ഇപ്പോൾ 3-4 ദിവസമായിട്ട് കട്ടത്ത് തന്നെയാണ്. അതിന് ബോധമൊന്നുമില്ലാതെ ഒരു തരത്തിൽ എന്തോ ഒരു ബോധക്കേട് പോലെ ഉള്ളു, ഇതെല്ലോ പറയാം. അങ്ങനെയുള്ളൊരവസ്ഥയാണ്. കുടിക്കാനും അഥവാ കണ്ണ് തെറ്റിപ്പോയെങ്കിൽ നിലത്ത് വീണ് കളി. മറ്റേ ഞാൻ കയറ് കെട്ടി കൊടുത്തിട്ടാണ് കക്കൂസിലേക്ക് പിടിച്ചിട്ടാണ് കൊണ്ടുപോലെ. എനിക്ക് പിടിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ 2-3-4 ദിവസമായിട്ട് ഒരേ വീഴലാണ്. അതുകൊണ്ട് എൻ്റെ അവസ്ഥ ഇതാണ്. പിന്നെ എനിക്ക് ഈ കൃഷീനെ പറ്റിയിട്ട് നല്ലൊരു താല്പര്യമായതുകൊണ്ട് ഞാനിങ്ങനെ നല്ലോണം പണ്ടേ കൃഷി ചെയ്തതിലൂടെ എനിക്കിതിങ്ങനെ കാണാണ്ട് മുറ്റത്ത്. ഇപ്പം രാവിലെ എണീറ്റ് നമ്മൾ മുറ്റത്ത് കിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പൂത്ത് തുടങ്ങി കായ വരുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഭംഗിയാണ്.
ഭംഗിന്നല്ല, ഒരു മനസ്സിലൊരു ഉന്മേഷം. അതാണ് ഒന്നാമത് ഞാനിങ്ങനെ ഇത് ചെയ്യുന്നത്. ഏറ്റവും ഇതല്ല, നമ്മൾ ചെയ്യാണ്ട് നിന്നാൽ നമുക്ക് അതിനോടൊരു ഗുണം കിട്ടാനില്ല. അതുകൊണ്ടാണ് ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമുക്കാവുന്നിടത്തോളം ചെയ്യാൻ. തല പൊന്തുമെങ്കിൽ കുറേ നമ്മൾ നോക്കി ചെയ്താൽ നമുക്ക് തന്നെയല്ലേ അതിൻ്റെ ഗുണം എന്ന് വിചാരിച്ചിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. എനിക്ക് എൻ്റെ അറിവിലുള്ളതല്ലാന്ന് ഞാൻ ചെയ്യുന്നത്, സ്വന്തമായിട്ടുള്ള അറിവുള്ളതാണ്. ഞാനിതെല്ലാം ചെയ്ത് നോക്കുന്നതാണ്, എല്ലാ കാര്യം ചെയ്ത് നോക്കലുണ്ട്. അതേപോലെ തന്നെ ഇതെല്ലാം ചെയ്ത് നോക്കുന്നു. ഇതെല്ലാം നിങ്ങളും എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഇത് ഗുണമുണ്ടോ നോക്കിയാൽ നിങ്ങൾക്ക് ഞാൻ ഈ ചെയ്യുന്നതിൻ്റെ എല്ലാം ഇപ്പോൾ എൻ്റെ പച്ചക്കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്നുള്ളത്. ഇത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ പച്ചക്കറിക്ക് അത്രയും ഗുണമുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ പച്ചക്കറി ഇതാ കായ് ഉണ്ടായി തുടങ്ങി കേട്ടോ. കക്കിരിക്ക ഉണ്ടായി തുടങ്ങി, ഇതാ കക്കിരിക്ക കൊന്ന് ഉണ്ടായി തുടങ്ങി, ഇതാ. പിന്നെ താലോലി ഇതാ ചെറിയ കൊന്ന് വിരിഞ്ഞിരിക്കും, ഇതാ 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 ഇവിടെ ഇതാ ഒന്ന് വണ്ണം വെച്ചിട്ട് വരുന്ന ഇതാ. അതേപോലെ വരുന്നുണ്ട്. നമ്മളത് നല്ലപോലെ പരിചരണം കൊണ്ടാണ് ഇതിങ്ങനെ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. എല്ലാവരും നോക്കിക്കഴിഞ്ഞാലൊന്നും ഉണ്ടാവില്ല. വേറെ ഇംഗ്ലീഷ് വളമോ മറ്റൊന്നും ഇട്ടിട്ടൊന്നുമല്ല. ഇത് സാധാരണ നമ്മൾ ഈ ജൈവവളവും ചകിരിച്ചോറും ഉള്ള ഒറ്റ ഇത് മാത്രം. ഇപ്പം വേണ്ടൊക്കെ വരയ്ക്കാൻ കുറേശ്ശെ പറിച്ചെങ്കിൽ കറി വെക്കാൻ മാത്രമേ 2-3 ദിവസം കുറേശ്ശെ കിട്ടുന്നുണ്ട്. അങ്ങനെയെല്ലാം ഓരോന്നോരോന്ന് ഇങ്ങനെ ആയി വരുന്നുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം ഞാൻ എല്ലാവരും കമൻ്റ് ഇടണം, ഇത് ചെയ്തു നോക്കുക. എല്ലാവരും കമൻ്റ് ഇടണം. പിന്നെ സൗണ്ട് കുറവാണെന്നുള്ളത് നിങ്ങൾ പിന്നെ കമൻ്റ് ഇട്ടിട്ടുണ്ട്, അത് കമൻ്റ് വെക്കുന്നത്. ഇത് നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് നിങ്ങൾ കമൻ്റ് ഇടണം. ഇത് നല്ല ഇത് തന്നെയാണെന്നും. അതാത് ചപ്പ് വട്ടപ്പുരിയത്തിൻ്റെ ചപ്പ് എന്നാണ് പറയുന്നത്, നമ്മൾ പറയുക. നിങ്ങൾ ആടെ എന്ത് ചപ്പാന്ന് പറയുന്നതെന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഒരു കമൻ്റ് ഇടണം. ഇന്ന ചപ്പ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്നുള്ളത് അത് നിങ്ങൾ കാണണം, പറയണം. എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഇന്ന് ഈ വീഡിയോ ഇനി എന്തെല്ലാമെന്നറിയാം. ഇത് കലക്കേൻ്റെ കഞ്ഞിവെള്ളം, പിന്നെ ഇത് മുരിങ്ങ ചപ്പ്, പിന്നെ വട്ടപ്പുരിയത്തിൻ്റെ ചപ്പ്, ഇതെല്ലാം കൂടി അരച്ചിട്ട് കുറച്ച് മഞ്ഞളും ഇട്ട് കഞ്ഞിവെള്ളത്തിൽ ഒഴിച്ചിട്ട്, കഞ്ഞിവെള്ളം പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ്, ഇന്നലെ എടുത്ത് വെച്ച് പുളിപ്പിച്ചിട്ട് ഉള്ള കഞ്ഞിവെള്ളമാണ്. അതിൻ്റെ അകത്ത് കുറേ വെള്ളം ഒഴിച്ച് കുറേശ്ശെ ആകുന്ന കുറേശ്ശെ ഒഴിക്കലാണ്. ഇന്നത്തേത് ഇതാണ് ഒരു നല്ല ഗുണമുള്ള മരുന്ന്. ഇതായത് ഇത് നല്ല ഗുണമുള്ള. നിങ്ങൾ കാണുന്നില്ലേ, എൻ്റെ പച്ചക്കറി തന്നെ കാണുന്നില്ല, നല്ല ഉഷാറായിട്ട് കാണുന്നില്ല. ഞാൻ ഇതല്ലേ നിങ്ങൾ മുമ്പ് തന്നെ ഒഴിക്കുന്നതല്ലേ എല്ലാ കാര്യം നല്ല ഉഷാറായി തരില്ല. ഞാൻ വേറെ ഒരു വളം ഇടുന്നില്ല. എനിക്ക് അത്രയും ഇടാനും കഴിയൂ. ഇതിപ്പോൾ ഞാൻ കുറേശ്ശെ ആക്കിയിട്ട് എടുക്കുന്നതിലാണ്. എനിക്ക് ഇന്ന് പീടിയാക്കി നാളെ മറ്റേ സ്ഥലത്ത് ഒഴിക്കും, അതിൻ്റെ അപ്പുറത്തെ ദിവസം മറ്റേ സ്ഥലത്ത് ഒഴിക്കും. അങ്ങനെ കുറേശ്ശെ ഒഴിക്കലാണ്. ദിവസവും ഒന്നിച്ച് ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല. ഞങ്ങൾക്കൊന്നാമത് 2 മുട്ടും മാറ്റി വെച്ചതാണ്. ഒരു മുട്ടിൻ്റെ ഒരു സ്ക്രൂ അളിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിങ്ങനെ ആയുർവേദം കുറച്ച് കുടിച്ചിട്ട് ഇങ്ങനെ ഓപ്പറേഷൻ വേണമെന്നാണ് പറയുന്നത്. എല്ലാം പറയും ഇതിങ്ങനെ ആവുമെങ്കിലും അങ്ങ് പോട്ടെന്ന് വെച്ചിട്ടാണ് നടുവിന് ഓപ്പറേഷൻ ചെയ്ത്. ഇങ്ങനെയെല്ലാം ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട്. പിന്നെ അമ്മേൻ്റെ അസുഖം വേറെ, അമ്മേനെ നോക്കാൻ ആരുമില്ല. എല്ലാവരും ഒറ്റക്കാണ്. നേരെ ഇപ്പോൾ അമ്മേനെ നോക്കണ്ടെങ്കിൽ ഞാൻ തന്നെ നോക്കാനുള്ളൂ. എനക്കൊന്നും ആവുന്നില്ല. കടത്തത്തിലായിപ്പോൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ആക്കിയിട്ടാക്കാം. ഇത് എണീറ്റ് അങ്ങ് പോയി കളിയാ. എന്നെ കാണാതെ ഉണ്ട് ഞാനിങ്ങനെ ഇപ്പോൾ തെറ്റുമ്പോഴേക്ക് കീഞ്ഞിട്ടങ്ങ് പോവുക. അതാണ് വിഷമം. അന്നേരം അപ്പാടത് നിലത്ത് വീണ് കഴിഞ്ഞാൽ എടുത്ത് കട്ടുമ്പിലാക്കാനാണ് ബുദ്ധിമുട്ട്. അതിപ്പോൾ എനിക്ക് ആവുന്നില്ല. അത് എങ്ങനെയല്ലോ എന്തെല്ലോ അത് അങ്ങനെ വലിച്ച് കയറ്റുമ്പോഴേക്ക് എൻ്റെ നടുവിൻ്റെ സൂക്കേട് മാറുന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കാണണം. ഞാൻ ഇന്ന് ചെയ്ത വളം നിങ്ങളെല്ലാവരും പ്രയോഗിച്ച് നോക്കണം. നിങ്ങൾ പ്രയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് അതിൻ്റെ ഗുണം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. പിന്നെ എല്ലാവരും ആ വട്ടപ്പത്തിരി ചപ്പിൻ്റെ കമൻ്റ് ഇടണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് അടിക്കണം. നിങ്ങളെല്ലാം സപ്പോർട്ട് മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഞാൻ പ്രായമായില്ലേ, അതുകൊണ്ട് എനിക്ക് ഇത്രയും അറിയില്ല, കൂടുതൽ അറിയുന്നില്ല. അറിയും പോലെയെല്ലാം ഞാൻ ചെയ്യുന്നതാണ്. അത് നിങ്ങൾ പൊറുക്കണം. എല്ലാവരും അതിനെക്കൊണ്ട്